അമിത വ്യത്യാസത്തിലേക്ക് വ്യവസായത്താലും എന്നുള്ള അത്ഭുതകരമായ കൂട്ടായ്മകളിലൂടെ നിർദ്ദേശിക്കുന്ന രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുന്ന ദിവസം മദ്യപിക്കേണ്ടി വന്നിട്ടില്ല. എന്റെ പേര് അശോകൻ. അപ്പോ ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മള് 151 ആണോ നോക്കേണ്ടത് അതോ 150? 151 ആവും. ജെയിംസ് ആയിട്ട് ഓർക്കണ്ടോ ചലക്കുടി? 151 എന്നാണ് എന്റെ ഓർമ്മ. ഓക്കെ. സ്റ്റാർട്ട് ബൈ ഫോർഗിവിംഗ്. ക്ഷമിക്കുക, മറ്റുള്ളവരോട് ക്ഷമിക്കുക. അതുകൊണ്ട് ആ ക്ഷമയോടുകൂടെ തുടങ്ങാൻ 12 പേജ് 78. പേജ് 78 ഞാൻ എടുത്തു. 8-ാം പടിയിലെ ലേഖനത്തിലാണ്. നോക്കാം. അതിന്റെ 2 ഭാഗത്തായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിലുള്ളത് ഇത് എഡിറ്റഡ് ആവുകൊണ്ട് അതിന്റെ ഇടയ്ക്കുള്ള കുറച്ച് വരികൾ അത് കളഞ്ഞിട്ട് കുഴപ്പമില്ല, നമുക്കത് വായിക്കാം. എന്തായാലും ഇങ്ങനെ വേണം. മറ്റൊരു വ്യക്തിയുമായുള്ള വളഞ്ഞതോ ശിഥിലമായതോ ആയ ബന്ധത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്ന നിമിഷം തന്നെ ഞങ്ങളുടെ വികാരങ്ങൾ പ്രതിരോധത്തിലേക്ക് പോകും. മറ്റൊരാളിനോട് ഞങ്ങൾ ചെയ്ത തെറ്റുകളിലേക്ക് നോക്കുന്നതിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി ഞങ്ങൾ വളരെ നീരസത്തോടെ അവൻ ഞങ്ങളോട് ചെയ്ത തെറ്റുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും. അയാൾ വളരെ മോശമായാണ് പെരുമാറിയതെങ്കിൽ ഇത് തികച്ചും സത്യമാണ്. ഞങ്ങളുടെ തന്നെ മോശമായ പെരുമാറ്റങ്ങളിൽ നിസ്സാരവൽക്കരിക്കാനും മറക്കാനുമുള്ള മികച്ച ഒഴികഴിവായി മറ്റുള്ളവരുടെ തെറ്റുകളെ ഞങ്ങൾ വിജയാഹ്ലാദത്തോടെ കടന്നു പിടിക്കുന്നു. ഇനി വരുന്നത് കുറച്ചപ്പുറത്ത് എന്തായാലും ഞാൻ ആ പാരഗ്രാഫ് മുഴുവൻ വായിക്കാം. ഇവിടെ വെച്ച് നാം നമ്മളെ തന്നെ കർക്കശമായി നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ്. അതൊക്കെ ഇതിലുള്ളതാണ്. ശരിക്കും കരിപിടിച്ച ചീനച്ചട്ടി കൂടെയുള്ള കരിക്കലം കറുത്തതാണെന്ന് ആക്ഷേപിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. ഓക്കെ. ഇനിയുള്ള 2-3 വരി ഇല്ലാത്തതാണെങ്കിൽ കൂടി ഞാൻ ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ ആസ്വൽ സീസത്തിൽ ഇല്ല, പക്ഷെ നമ്മുടെ 12-ലുള്ളതാണ് 8-ാം പടിയുടെ ഭാഗത്ത്. അത് പക്ഷെ വായിക്കാം തുടർച്ചയ്ക്കായിട്ട്. രോഗബാധിതമായ വികാരങ്ങളാൽ കുഴപ്പത്തിലാകുന്നവർ മദ്യപാനികൾ മാത്രമല്ല എന്ന് ഓർമ്മിക്കാം. കൂടാതെ മദ്യപിക്കുമ്പോഴുള്ള നമ്മുടെ പെരുമാറ്റം മറ്റുള്ളവരുടെ കുറവുകളെ വർദ്ധിപ്പിക്കുന്നു എന്നൊരു സാധാരണ വസ്തുതയാണ്. ഞങ്ങളുടെ ഏറ്റവും മികച്ച സുഹൃത്തുക്കളുടെ ക്ഷമയെ അത് പൊട്ടിയേക്കാവുന്ന അവസ്ഥ വരെ ഞങ്ങൾ വലിച്ചു നീട്ടിയിട്ടുണ്ട്. ഞങ്ങളെക്കുറിച്ച് അധികം ചിന്തിക്കാത്തവരുടെ ഏറ്റവും വഷളായ പെരുമാറ്റവും ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നു. ഇനിയുള്ളത് വീണ്ടും എഡിറ്റ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. പല ഉദാഹരണങ്ങളിലും വേദന അനുഭവിക്കുന്ന സഹചര്യയാണ് സത്യത്തിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഞങ്ങളാണ് അവരുടെ വേദനകളെ വർദ്ധിപ്പിച്ചത്. ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി മാപ്പ് അപേക്ഷിക്കുവാൻ പോവുകയാണെങ്കിൽ ഒന്നൊഴിയാതെ അവർക്കെല്ലാം മാപ്പ് കൊടുത്തുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് തുടങ്ങിപ്പോകും? ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ഇഷ്യൂ ആണ് നമ്മുടെ 8-ാം പടിയെ കുറിച്ച്. 8-ാം പടി പലരും ഒട്ടും പ്രാധാന്യത്തോടെ കാണാം. അത് എന്താ അറിയില്ല. അതിൻ്റെ ഒരു കാരണം താൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല എന്നുള്ള ഒരു ചിന്ത മാത്രമാണോ എന്താ അറിയില്ല. അല്ലെങ്കിൽ ഉപദ്രവിച്ചവരുടെ ലിസ്റ്റ് എടുക്കല്ലേ വേണ്ടുള്ളൂ, ഇത്രക്കല്ലേ ഉള്ളൂ. പക്ഷെ 8-ാം പടി ശരിക്കും ഉൾക്കൊള്ളാഞ്ഞിട്ടാണ്. 8-ാം പടിയിൽ നമ്മൾ അങ്ങോട്ട് ഉപദ്രവിച്ചവരുടെ ലിസ്റ്റ് എടുക്കുന്നതോട് കൂടി നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു അടിസ്ഥാനമായ 8-ാം പടിയെ കുറിച്ചുള്ള കാര്യം മനസ്സിലായാൽ മാത്രമേ 8-ാം പടിയുടെ സീരിയസ്നെസ് നമുക്ക് അറിയൂ. നമ്മൾ ആദ്യമായിട്ട് മറ്റുള്ളവരെ ക്ഷമിക്കലാണ്. അതിന്റെ ഭാഗമാണ് ലിസ്റ്റ് എടുക്കുന്നത്. അല്ലാണ്ട് ലിസ്റ്റ് എടുക്കാനായിട്ടൊരു പടി ഉണ്ടാക്കിയിട്ടുള്ളതല്ല. എനിക്കൊക്കെ സംശയം ഉണ്ടായിരുന്നു, വെറുതെ ഒരു ലിസ്റ്റ് ചെയ്യാനായിട്ട് ഇതിന്റെ പടി.
പക്ഷെ ഇവിടെ ലിസ്റ്റ് ചെയ്യലല്ല, ആ ലിസ്റ്റ് ചെയ്യണോടുകൂടി നടക്കുന്നത് ഇത് നമ്മൾ മറ്റുള്ളവരെ ക്ഷമിക്കാൻ പഠിക്കാണ്. അത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാവരോടും ക്ഷമിക്കാൻ പറ്റുമോ നോക്കൂ. ക്ഷമിക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഇതാണ്. പക്ഷെ അത്ഭുതകരം എന്ന് പറയട്ടെ, പ്രോഗ്രാം പ്രാക്ടീസ് ചെയ്ത് ജീവിതത്തിൽ വരുമ്പോൾ അത് സാധിക്കും. യാതൊരു സംശയവും, ഗ്യാരണ്ടീഡാണ്. അപ്പോൾ അതിലേക്കാണ് ഇത് വെളിച്ചം വീശണത്. അതിന്റെ കാര്യങ്ങളാണ് ഇത് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? മറ്റൊരു വ്യക്തിയുമായുള്ള വളഞ്ഞതോ ശിഥിലമായതോ ആയ ബന്ധത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്ന നിമിഷം തന്നെ ഞങ്ങളുടെ വികാരങ്ങൾ പ്രതിരോധത്തിലേക്ക് പോകും. പണ്ട് കാലത്ത് ആരെങ്കിലും നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അയാളെ നമ്മൾ ഉപദ്രവിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ തന്നെ അത് നമ്മളുടെ പ്രതിരോധത്തിലേക്കാണ് പോകുന്നത്. മറ്റൊരാളിനോട് ഞങ്ങൾ ചെയ്ത തെറ്റുകളിലേക്ക് നോക്കുന്നതിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി ഞങ്ങൾ വളരെ നീരസത്തോടെ അവൻ ഞങ്ങളോട് ചെയ്ത തെറ്റുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും. ചിലപ്പോൾ അതുണ്ടായിരിക്കാം, അത് സ്വാഭാവികമാണ്, മറ്റുള്ളവർ നമ്മളോട് തെറ്റ് ചെയ്തു എന്നുള്ളത്. പക്ഷെ ഇവിടെ നമ്മളുടെ ഡ്യൂട്ടി എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ആരോടൊക്കെ തെറ്റ് ചെയ്തു എന്നുള്ളതിന്റെ കണക്കാണ് ഇവിടെ എടുക്കുന്നത്. ഇവിടെ മറ്റേതല്ല എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിലേക്കുള്ള ഒരു എന്താ പറയാ, അത് സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് ആദ്യം വരുന്നതെന്നാണ് പറഞ്ഞത്. നമ്മൾ അതിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അയാൾ വളരെ മോശമാണ് അയാളെ പെരുമാറിയതെങ്കിൽ ഇത് തികച്ചും സത്യമാണ്. വളരെ സത്യമായിട്ട് തന്നെ അങ്ങനെ തോന്നുള്ളൂ നമുക്ക് ആദ്യം തന്നെ. ഇപ്പൊ എന്താ, അയാളോട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ എന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അയാൾ എന്നെ, ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. ഞാൻ പണ്ട് ഒരാളെ ഇവിടെ, അയാൾ എന്നോട് കുറച്ച് പൈസ കടം മേടിച്ചിട്ട് പിന്നെ മുങ്ങി നടക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അയാൾ ഒരു ദിവസം കൈ കിട്ടിയപ്പോൾ ഞാൻ കൈകാര്യം ചെയ്തു. കുടിച്ചിരിക്കുന്ന കാലത്തല്ല, കുടിയിൽ നിന്ന് ഇപ്പൊ വന്നിട്ടുള്ള ഈ സുബോധത്തിലേക്ക് വന്നിട്ട് ആദ്യത്തെ ഏകദേശം ഒരു വർഷത്തിന്റെ ഉള്ളിൽ അത് അയാൾ ഓടി, അടിയും കൊണ്ട് ഓടിയത്. പക്ഷെ അത് പബ്ലിക്കിന്റെ മുമ്പിലേക്ക്. അത് അയാൾക്ക് ആ ഒരു അടിയുടെ വേദനയേക്കാൾ എത്രയോ കൂടുതൽ വേദന. ഞാൻ ഈ പരിഹാരം ചെയ്യേണ്ട സമയത്ത് ഋഷിക്കുമ്പോഴൊക്കെ അത് ചെയ്യണോ വേണ്ട എന്നുള്ള രീതിയിലായി. പക്ഷെ പിന്നെ 1-2 പ്രാവശ്യം എനിക്ക് അയാളെ അങ്ങോട്ട് ചില കാര്യങ്ങൾ സഹായിക്കാൻ സാധിച്ചു. ആ രീതിയിൽ അയാളോട് ചില രീതിയിൽ പരിഹാരം ചെയ്യലും, അല്ലാതെ വെറുതെ ഒരു സോറി പറഞ്ഞിട്ട് കാര്യമല്ല എന്ന് എനിക്കറിയാം. ഞാനത് അയാളുടെ അങ്ങനത്തെ സ്വഭാവക്കാരനാണ് അയാളെന്നുള്ളത് ഞാൻ അംഗീകരിച്ചു. പിന്നീട് എൻ്റെ ഉള്ള പെരുമാറ്റത്തിലൊന്നും ഒരു പ്രശ്നമൊന്നും വന്നില്ല. അത് എത്രത്തോളം പരിഹാരമായി എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ വർഷങ്ങളായിട്ടെന്ന് പറഞ്ഞാൽ ഒരു 10-15 വർഷമായിട്ട് തന്നെ അയാൾ എന്നോട് വളരെ വളരെ ഫ്രണ്ട്ഷിപ്പിലും ഇതിലും ഞങ്ങൾ കഴിയും. അങ്ങനെ സംഭവം ഉണ്ടായി. ഞാനതിന് എൻ്റെ ഇതില് ഒരു തവണ ഞാൻ പറഞ്ഞു, സംഭവിക്കാൻ പാടില്ലാത്തൊക്കെ സംഭവിച്ചു, അത് എന്റെ തെറ്റുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അയാളെ ഞാൻ അംഗീകരിച്ചു എന്നുള്ള അയാൾക്ക് മനസ്സിലായി. ഞാൻ അയാളെ സമ്മതിച്ചു. മാത്രമല്ല, എനിക്ക് എന്റെ വന്ന തെറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അതിൽ നിന്ന് എനിക്ക് എന്ത് പറ്റിയെന്നുണ്ടെങ്കിൽ, ഇപ്പൊ പിന്നീട് അയാളുടെ മനോഭാവം എന്നോടുള്ള മാറി. അത് വലിയൊരു അത്ഭുതമായിട്ടാണ് തോന്നിയത്. 10-15 വർഷമായിട്ട് ഞങ്ങൾ കണ്ടത്. എനിക്ക് ഒരു കോൾ വരുന്നുണ്ട്, ഞാൻ ഒന്ന് എടുത്തോട്ടെ. അർജന്റ് കോളാണേ, എപ്പോ വരാം. വെയിറ്റ് ചെയ്യാം. ഓക്കെ. എനിക്കൊരു അർജന്റ്, അത് ഒഴിവാക്കാൻ പറ്റാത്തൊരു കോളാണ്. ആ പുള്ളി രാത്രി കുറച്ച് കഴിഞ്ഞ് കിടക്കുകയും ചെയ്യും. കുറച്ച് പ്രായമുള്ള ഒരാളുടെ കോളാണ്. 2 വാക്ക് സംസാരിച്ചേ പറ്റും.
അപ്പോ ഇതാണ് ഇതിൽ വരുന്നത്. ഞങ്ങളുടെ തന്നെ മോശമായ പെരുമാറ്റങ്ങൾ നിസ്സാരവൽക്കരിക്കാനും മറക്കാനുമുള്ള മികച്ച ഒഴിവായി മറ്റുള്ളവരുടെ തെറ്റുകളെ ഞങ്ങൾ വിജയാഹ്ലാദത്തോടെ കടന്നു. മറ്റുള്ളവർ ചെയ്ത തെറ്റുകൾ ഇതിനേക്കാൾ കൂടുതലാണ്, ഞാൻ അങ്ങോട്ട് ചെയ്തതിനേക്കാൾ കൂടുതലാണ് എന്നുള്ള നിലയ്ക്ക് അതിനെ കടന്നു പിടിക്കും. ഇതിനു വേണ്ടിയിട്ട് ഇത് മറക്കാനായിട്ട്, അവനവൻ്റെ കാര്യം മറക്കാനായിട്ട് ന്യായീകരണ സ്വഭാവം എന്ന് പറയാം സത്യം പറഞ്ഞ. ഇനി ഇവിടെ വെച്ച് നാം നമ്മളെ തന്നെ കർക്കശമായി നിയന്ത്രിക്കേണ്ടത് ആവശ്യം. ഇത് അതിൻ്റെ ഒരു സ്ഥലം. കർക്കശമായിട്ട് നമ്മൾ നമ്മളെ തന്നെ എന്നിട്ട് ഒരു എന്താ പറയാ ഉപമയുണ്ട്. ആ ഉപമ ഇത് കൊടുത്തിട്ടില്ലായിരുന്നു. We recently focus on the wrong he has done to us. Triumphantly we seize upon his slightest misbehavior as the perfect excuse for minimizing or forgetting our own. Right here we need to fetch ourselves a sharp day. Let's remember that alcoholics are not the only ones reviled by sick emotions. അപ്പൊ അതിൻ്റെ ഇടയ്ക്കുള്ള ഈ ഒരു വരിയൊക്കെ എഡിറ്റ് ചെയ്ത് മാറ്റി. ശരിക്കും കരി പിടിച്ച ചീനച്ചട്ടി കൂടെയുള്ള കരിക്കലം കറുത്താണെന്ന് ആക്ഷേപിക്കുന്നതിൽ അർത്ഥമില്ല. നമ്മളെ ഇതൊരു വളരെ കൃത്യമായൊരു കാര്യമാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ട് അത് എനിക്ക് വെളിച്ചം വീശി തന്നത് ഇതേപോലുള്ള ലിറ്ററേച്ചറുകളും ജോയക്കുട്ടി മാഷയുടെ പണ്ടത്തെ ആ ഒരു കാസറ്റ് ജഡ്ജ് ഹിം നോട്ട് പറഞ്ഞ ഒരു ബൈബിളിക്കൽ വചനത്തിനെ കുറിച്ച് അദ്ദേഹം പറയുക. അപ്പൊ നമ്മളൊക്കെ എങ്ങനെ വേറൊരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റും? അപ്പോൾ അതിലൊരു സാധാരണഗതിയിൽ ഒരു ആൽക്കഹോളിക്കിന്റെ അല്ലെങ്കിൽ ഒരു ഈഗോ ഡ്രിവൺ ആയിട്ടുള്ള ഒരു ഫെല്ലോയുടെ ഏറ്റവും വലിയ ഒരു കാര്യം തന്നെ ജഡ്ജ്മെന്റലിസം എന്നുള്ളൊരു പ്രശ്നം. ജഡ്ജ്മെന്റലിസം സ്വാർത്ഥതയിൽ നിന്നും ഇതൊക്കെയാണ് വരുന്നത്. നമ്മളൊക്കെ നാലാമ്പടിയൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പൊ അങ്ങനെയുള്ള ഇത് എങ്ങനെയാണ് ഈ കരി പിടിച്ച് ചീനിച്ചട്ടി കൂടുള്ള കരിക്കലം കറുത്തതാണെന്ന് ആക്ഷേപിക്കുക? എങ്ങനെയാണ് നമുക്ക് കൂടെയുള്ള വേറൊരു വ്യത്യാസത്തിനെ നമുക്ക് ആക്ഷേപിക്കാനും ഇതിനായിട്ടും സാധിക്കുന്നത്? അവരോടൊക്കെ പൊറുക്കുകയാണ് വേണ്ടത് എന്നുള്ള എനിക്ക് പറഞ്ഞു. ഇനി രോഗബാധിതമായ വികാരങ്ങളാൽ കുഴപ്പത്തിലാകുന്നവർ മദ്യപാനികൾ മാത്രമല്ല എന്നും കൂടി നമുക്ക് ഓർമ്മിക്കാൻ പറ്റും. നമ്മൾ അത് മാത്രമല്ല, ഇനി താഴ്ത്തിക്കാൻ പറ്റുന്നത് പല ഉദാഹരണങ്ങളും വേദനയെ അനുഭവിക്കുന്ന സഹചര്യയാണ് സത്യത്തിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ആരെയാണ് നമ്മൾ ഈ കുറ്റം പറയുന്നത്? ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഗ്രൂപ്പിലായാലും നമ്മുടെ കൂടെയുള്ളവരായാലും ആരെയാണ്? അവരൊക്കെ വേദന അനുഭവിക്കുന്നവരാണ്. അവരൊക്കെ പ്രോഗ്രാമിൽ കൂടെ എങ്ങനെയെങ്കിലും ടൈമായിട്ട് കയറി വരാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. അങ്ങനത്തെ ആൾക്കാരെയാണ് അവർ നമ്മളെ സഹചര്യം പറഞ്ഞാൽ സഹോദരന്മാര്. അതുകൊണ്ടല്ലേ പറഞ്ഞ ഈ ഫെലോഷിപ്പിന് വലിയൊരു ബ്രദർഹുഡ് പോലെയാണ്. ഇത് പല കാരണങ്ങളുണ്ട് വരാനായിട്ട്. ബ്രദർഹുഡ് പോലെ എടുത്ത ഒരു രീതിയില് ഇപ്പോ US എന്നാണല്ലോ ഇതിന്റെ തുടക്കമൊക്കെ. US ആദ്യകാലത്ത് ക്വാക്കേഴ്സ് എന്നൊക്കെ പറയും. അതിലൊക്കെ പെട്ടതാണ് ഏകദേശം അതിന്റെയൊക്കെ സ്വഭാവമുള്ളതാണ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് ഒക്കെ. ഈ ക്വാക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പ്രാർത്ഥനയിൽ കൂടെയും എല്ലാം പോസിറ്റീവിലും മാത്രം കാണുക. ഇങ്ങോട്ട് ആക്രമിച്ചാലും അങ്ങോട്ട് ആക്രമിക്കരുത്, ആയുധം ഉപയോഗിക്കില്ല, അങ്ങനെയൊക്കെയുള്ള ചില ബ്രദർഹുഡുകൾ ഉണ്ടായിരിക്കും. അങ്ങനത്തെ ബ്രദർഹുഡുകളുടെ ഒക്കെ പല സ്വാധീനവും നമ്മുടെ ഏരിയയിൽ കാണും. കാരണം വന്ന ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് തന്നെ എങ്ങനെയാണ് അവർക്ക് ആ 4 ആബ്സല്യൂട്ട് കൂടെയാണ് അത് വന്നത്. ഇത് ആക്ച്വലി അവിടെ മാത്രമല്ല, ഇന്ന് നമ്മൾ ഏതൊരു സ്പിരിച്വാലിറ്റി എടുത്തു കഴിഞ്ഞാലും ഏത് മതങ്ങളിലായാലും ആ സ്പിരിച്വൽ ഇത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വൽ ആംഗിളിൽ നോക്കുമ്പോൾ ഇതൊക്കെ ശരി. സ്പിരിച്വൽ ആംഗിളിൽ നോക്കുമ്പോൾ ഇതൊക്കെ ശരിയാണ്. എല്ലാവരുടെയും ഇത് തന്നെയാണ്. നമ്മളൊക്കെ സമത്വമാണ്, എല്ലാം സഹോദരന്മാരെ പോലെയാണ് ആ ഒരു. അപ്പൊ അങ്ങനെ വേദന അനുഭവിക്കുന്ന നമ്മളെ പോലുള്ള ആൾക്കാരെ തന്നെയാണ് നമ്മൾ കുറ്റം പറഞ്ഞെന്ന് ഓർക്കാൻ. ഇനിയോ ഞങ്ങൾ അപ്പൊ ഞങ്ങളാണ് അവരുടെ വേദനകളെ വർദ്ധിപ്പിച്ചത്, അല്ലേ? അവരുടെ വേദനകളെ ആരാണ് വർദ്ധിപ്പിച്ചത്? അവനവൻ തന്നെയാണ്. ഇത് ഈ സഹജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകാരായിക്കോളും മാത്രമായിക്കോളൊന്നുമില്ല, അല്ലാത്തവരും ആവാം. അതില് ധാരാളം പേര് നമ്മൾ പുറത്തുള്ള
ആൾക്കാരെ ഒക്കെ നമ്മൾ ഉപദ്രവിച്ചിട്ടുണ്ടാവും. അവരൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരും. നമ്മൾ വിശാലമായ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ അവരെല്ലാം ഒരു ബ്രദർഹുഡിന്റെ എന്താ പറയാ ഭാഗമാണ്. ഗ്രേറ്റ് ഫ്രാറ്റർണിറ്റിയാണ്. മനസ്സിലായി? ഇനി ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി മാപ്പപേക്ഷിക്കുവാൻ പോവുകയാണെങ്കിൽ ഒന്നൊഴിയാതെ അവർക്കെല്ലാം മാപ്പ് കൊടുത്തുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് തുടങ്ങി? ഇതാണ് അതിലത്തെ ക്വസ്റ്റ്യൻ. നമ്മളുടെ എൻ്റെ ഹെഡിങ്ങിൽ പറയുന്ന സ്റ്റാർട്ട് ബൈ ഫർഗിവിങ് എന്നുള്ള നമ്മളുടെ ഈ തുടക്കത്തില് നമ്മൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. മനസ്സിലാവും? എന്തുകൊണ്ട് ആദ്യം എല്ലാവരെയും ക്ഷമിച്ചു? അങ്ങനെ ക്ഷമിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഒന്നാം പടിയിലെ വിശാല രൂപത്തിൽ വരുന്ന, വിശാല രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വിശാലമായി ചിന്തിക്കുമ്പോൾ മനസ്സിൽ തിരിഞ്ഞു വരുന്ന രൂപമാണ്. അല്ലാണ്ട് എവിടെ എഴുതി വെച്ചിട്ടില്ല. അവിടെ ആക്സെപ്റ്റ് എവറിത്തിങ്. ഒന്നാം പടിയെ കുറിച്ച് വിശാലമായി ചിന്തിക്കുമ്പോൾ, അപ്പൊ എല്ലാത്തിനും ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എല്ലാവർക്കും ക്ഷമിക്കാൻ പറ്റും. അവരതാണ്. ഞാൻ അവരെ പലരും ഉപദ്രവിച്ചിട്ട്, ഇനി ഉപദ്രവിച്ചിട്ടില്ലാത്ത ചിലപ്പോൾ ആൾക്കാർ അവരതാണ്. അവരതായതുകൊണ്ട് അതാണ്. അതിനെ BW ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സർവീസ് മാനുവലിന്റെ ഭാഗത്ത് പറഞ്ഞിട്ട്, എ സർവീസ്മാൻ US ആൻഡ് കാനഡ, AS, അതില് ഇൻട്രൊഡക്ഷന്റെ ഭാഗത്ത് തോന്നുന്നു പറഞ്ഞു, ഓർമ്മയില്ല അവിടെ കൃത്യമായിട്ട്. അവിടെ പറഞ്ഞാൽ സം ആർ മോർ മാൽ അഡ്ജസ്റ്റഡ് ദാൻ അതേഴ്സ്. നമ്മളുടെ മെമ്പേഴ്സിന് ചിലർ മറ്റുള്ളവരെക്കാൾ കൂടുതൽ മാൽ അഡ്ജസ്റ്റഡ് ആണ്. എല്ലാവർക്കും കുറെ മാൽ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട്. നമുക്കൊക്കെ അറിയാലോ, മാനസികമായിട്ട് നമ്മളാരും വളരെ എന്താ പറയാ കൃത്യമായ സന്തുലിതാവസ്ഥയിലുള്ള ആൾക്കാരൊന്നല്ല. വൈകാരികമായ വിക്ഷോഭങ്ങൾ ഉണ്ടാവും, വൈകാരികമായ പല രീതിയിലുള്ള നമ്മളെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ടാവും. ഒക്കെ അങ്ങനത്തെ തന്നെയാണ്. പക്ഷെ അതിൽ തന്നെ പറഞ്ഞാൽ സം ആർ മോർ മാൽ അഡ്ജസ്റ്റഡ്. ഈ ഒരു വാചകം ഓർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശത്രുക്കളോട് പോലും നമുക്ക് ക്ഷമിക്കാൻ പറ്റും. ശത്രു എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല എന്നുള്ള മനസ്സിലാവും. എന്നിട്ട് ശത്രുക്കളോട് പോലും ക്ഷമിക്കാം. ശത്രു എന്ന് പറഞ്ഞൊരു വാക്ക് തന്നെ ഇല്ല. അവനവൻ തന്നെയാണ് അവനവന്റെ ശത്രു, അവനവന്റെ മിത്രം. കാരണം ഇതെല്ലാം നമ്മുടെ മനസ്സിൽ വരുന്ന കുറെ കാര്യങ്ങളാണ്. ഈ ശത്രു എന്നുള്ള ചിന്ത, ശത്രു എന്നുള്ള ബോധ്യമാണ്, മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. അയാൾ എന്റെ ശത്രുവാണ് അല്ലെങ്കിൽ അവരാണ്. യഥാർത്ഥത്തിൽ ഒന്നുമില്ല, നമ്മളൊക്കെ സമന്മാരാണ്. ഓൺലി ആ മാനസികമായ ചില വ്യതിയാനങ്ങളുടെയും മനസ്സിലാക്കി വെച്ചിട്ടുള്ള ചില പ്രശ്നങ്ങളുടെയും ആ വിശ്വാസത്തിന്റെയൊക്കെ പ്രോബ്ലങ്ങളിലൊക്കെ നിന്നുകൊണ്ട് നോക്കുമ്പോൾ വരുന്ന പ്രവൃത്തികളിൽ വരുന്ന ഇതാണ് ഈ ശത്രുതയും മിത്രത്വം. അല്ലെങ്കിൽ നമ്മളെല്ലാവരും ആണ്, ഒരു മാറ്റമില്ല. ഓക്കെ, അതിലേക്കൊക്കെയാണ് ഇത് വെളിച്ചം വീശുന്നത്. അപ്പൊ 8ാം പടി പിന്നെ പറഞ്ഞു വരുന്നത്, 8ാം പടി എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് കാണിച്ചു. ഈ ആസ്പെൻസിന്റെ ഈ ഭാഗം സെലക്ട് ചെയ്തെടുത്ത BWന് നമസ്കാരം. അത്ര പറയാനുള്ളൂ. ഇനി ഈ ഭാഗം സൂചിപ്പിക്കുന്നത് എന്താണെന്ന് പറയാം. നമ്മുടെ ജെയിംസ് ആണ് ചാലക്കുടിയിൽ, ജെയിംസ് ആണ് ഇത് അയച്ചു തരാറ് സ്ഥിരമായിട്ട്. റിവേഴ്സ് പ്രോസസ് കൂടെയാണ് ഇത് എടുക്കുന്നത്. അതിനുവേണ്ടി സമയം അദ്ദേഹം കണ്ടെത്തുന്നുണ്ട്, സമയം ഡിവോട്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു. 1 അമെൻസ്, 2 ഫോർഗീവ്നെസ്, 3 ടോളറൻസ്. അമെൻസ് എന്താണ്? നമ്മളുടെ തെറ്റുകൾ തിരുത്തൽ, അതാണ് ഫോർഗീവ്നെസ്. മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കരുത്. നമ്മൾ ആദ്യം ഫോർഗീവ്നെസ് പറഞ്ഞാൽ മറ്റുള്ളവരോടൊന്നുമില്ല, നമ്മൾ ക്ഷമിക്കുന്നു, നമ്മളോട് തന്നെയും ആവാൻ. നമ്മളുടെ തന്നെ ചില പഴയ പ്രവൃത്തികളെ അംഗീകരിക്കുകയാണെങ്കിൽ അതിൽ തന്നെ നമുക്ക് ക്ഷമിക്കാം. അത് കുറ്റബോധം തോന്നേണ്ട ആവശ്യമില്ല. പക്ഷെ അതൊന്നും ഒരു ഒഴികഴിവായിട്ട് എടുക്കരുത്, എല്ലാ കാലത്തിലും എക്സ്ക്യൂസായി എടുക്കരുത്. ഇനി ടോളറൻസ്. ടോളറൻസ് പറഞ്ഞാൽ സഹിഷ്ണുത. സഹിഷ്ണുത ക്ഷമയുടെ വേറൊരു രൂപം, കുറേ കൂടി ഹയസ്റ്റ് എന്നല്ല, കുറേ കൂടി ഹയർ ആയിട്ടുള്ള ഒരു രൂപമാണ്. കുറച്ചും കൂടി ഒരു ഉയർന്ന തലത്തിലാണ്. നമ്മൾ ക്ഷമിക്കുക മാത്രമല്ല അവിടെ സ്വീകരിക്കുകയും ചെയ്യും. ഒരാളെ ഒരു കാര്യത്തിനെ ക്ഷമിച്ചിട്ട് അയാളെ നമ്മൾ സ്വീകരിക്കും കൂടി ചെയ്യുമ്പോഴാണ് ആ ടോളറൻസ് പവർ. അല്ലാണ്ട് സഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മലയാളത്തില് അല്ലെങ്കിൽ ഇംഗ്ലീഷിലായാലും ടോളറേറ്റ് എന്നുള്ള ആ ഒരു വാക്കിലല്ല നിൽക്കുന്നത്. അത് വളരെ എന്താ പറയാ വ്യാപ്തി കുറഞ്ഞൊരു അർത്ഥത്തിൽ നമ്മൾ സാധനം സഹിക്കുക എന്ന് പറഞ്ഞാൽ പല്ല് വിരിച്ച് സഹിച്ചു,
പിന്നെ ആ ബുദ്ധിമുട്ടൊക്കെ ഞാൻ സഹിച്ചു എന്ന് പറഞ്ഞു. ആ സഹനം ഇല്ല. ഇത് സഹനം എന്ന് പറഞ്ഞാൽ അംഗീകരിച്ചുകൊണ്ട് യെസ്, ഇന്നത്തൊക്കെ എനിക്ക് ഇങ്ങനെയാണ്, എൻ്റെ ജീവിതം ഇങ്ങനെയാണ് എന്നുള്ളതിനെ അംഗീകരിച്ചുകൊണ്ട് അതിൽ കൂടെ സന്തോഷകരമായിട്ട് അതിനെയും ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കണക്കാക്കിക്കൊണ്ട് കൊണ്ടുവരുന്ന ആ ഒരു സഹനമുണ്ട്. ആ സഹനമാണ് ടോളറൻസ്. അപ്പം നമ്മളുടെ ഫ്രണ്ട്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും പുറത്തുള്ള മനുഷ്യരായാലും മൃഗങ്ങളായാലും ആരായാലും നമ്മളോട് എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് അവരെ മനസ്സിലാക്കാം, ഇന്നത് കൊണ്ടായിരിക്കും അവർ ചെയ്യും എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ആ ഒരു കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ നമുക്ക് അതിന് ഒരു പ്രശ്നം തോന്നും. ആ പ്രശ്നം തോന്നാതെ മുന്നോട്ട് പോകലാണ്. അവരോട്, അതായത് അവരങ്ങോട്ട് ചെയ്തു എന്നുള്ളത് കൊണ്ട് അവരോട് സ്നേഹക്കുറവോ അല്ലെങ്കിൽ അവർക്ക് വൈവിധ്യമൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെ എത്ര ആൾക്കാർക്ക് മനുഷ്യർക്ക് പ്രയോഗത്തിൽ വരുത്താൻ പറ്റുന്നുള്ള വേറെ വിഷയം. ഈ തിയററ്റിക്കലി പറഞ്ഞുകൊണ്ട് പോകാൻ വളരെ എളുപ്പമാണെങ്കിൽ കൂടി പ്രയോഗത്തിൽ വരുത്തുക കുറച്ച് വിഷമാണ്. ബട്ട് അങ്ങനത്തെ കാര്യമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമ്മാണ്, ജം രത്നമാണത്, വെറും സ്വർണ്ണക്കനിയൻ. മനസ്സിലായി? ഓക്കെ, അടുത്ത പേജിലേക്ക് പോകാമോ അതോ ഇതിൽ എന്തെങ്കിലും ഡിസ്കഷൻ ഉണ്ടോ? അടുത്ത പേജ് പോവാം. ഓക്കെ, 152 മിറാക്കുലസ് പവർ. അത് നമ്മളുടെ ബിഗ് ബുക്കില് 5ാമത്തെ പേജാന്ന് പറഞ്ഞത്. നോക്കട്ടെ, ബുക്ക് വെച്ചിട്ടില്ല, തിരക്കിൽ പെട്ടു. Deep down in every man, woman, and child is the fundamental idea of God. May be obscured by calamity, by pomp, by worship of other things, some form or other it is there. For faith in a power greater than ourselves, miraculous demonstrations of that power in human lives are facts as old as man himself. 54ാമത്തെ പേജാണ് ഈ പാരഗ്രാഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വളരെ മനസ്സിലാക്കലിലേക്ക് വെളിച്ചം വീശിയിട്ടുള്ള ഇതാണ്. മലയാളത്തിലെ 54ാമത്തെ പേജ് നിരീശ്വരവാദികളായി 4th ചാപ്റ്റർ ഓഫ് ബിഗ് ബുക്ക്. അതില് ആ പാരഗ്രാഫ് വായിക്കാൻ തുടങ്ങാം. സത്യത്തിൽ ഞങ്ങൾ ഇതെന്താണ് ഇതിന്റെ ഹെഡിങ്? മിറാക്കുലസ് പവർ. മിറാക്കിൾ ഒരു അതായത് മിറാക്കുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യമായ രീതിയിലുള്ള അത്ഭുതം സംഭവിക്കുന്ന അങ്ങനത്തെ ഒരു ശക്തി. ഇനി നോക്കാം എന്താണ് പറയുന്നത് ഇവിടുന്ന്. സത്യത്തിൽ ഞങ്ങൾ സ്വയം വിഡ്ഢികളാവുകയായി. അതതിന്റെ ആ പാരഗ്രാഫിന്റെ ആദ്യത്തെ വരി മാത്രം. ഇനിയുള്ള വരികളാണ് ഇതിൽ. എന്തുകൊണ്ടെന്നാൽ ഓരോ മനുഷ്യന്റെയും സ്ത്രീയുടെയും ശിശുവിന്റെയും ഉള്ളിന്റെ ഉള്ളിൽ ദൈവം എന്ന അടിസ്ഥാനപരമായ ആശയം. Deep down in every man, woman, and child is the fundamental idea of God. Deep down. വെറും ഡൗൺ എന്നല്ല, വെറും ഇൻസൈഡ് എന്നല്ല, ഡീപ് ഡൗൺ. അതായത് നമ്മളുടെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ, എൻ്റെ ഉള്ളിൽ തോന്നുന്ന ഇതാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. മനസ്സിന്റെയും അപ്പുറത്ത്, ഉള്ളിന്റെ ഉള്ളിൽ, മനസ്സിന്റെയും അപ്പുറത്തുള്ളൊരു സംഭവമാണ്. ആ ഉള്ളിന്റെ ഉള്ളില് എന്തിന്റെ? ഓരോ മനുഷ്യന്റെയും സ്ത്രീയുടെയും ശിശുവിന്റെയും ഉള്ളിന്റെ ഉള്ളിൽ ദൈവം എന്ന അടിസ്ഥാനപരം ആശയം. ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. യു ബിലീവ് ഇറ്റ്, അത്രേ ഉള്ളൂ. ഇനിയോ ഇപ്പോ നമ്മൾ സാറിന് എയിൽ പറയും എല്ലാം സജഷനാണ്, വേണമെടുത്താൽ. പക്ഷെ അത് പറഞ്ഞിട്ട് നമ്മളെ ബിൽഡബ്ല്യു എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു നിരീശ്വരവാദിയായ ഒരാളെ യുക്തിഭദ്രമായിട്ട് ഈശ്വരവിശ്വാസത്തിലേക്ക് കൊണ്ടുവരും. ഇവിടെ അത് അദ്ദേഹത്തിന്റെ വലിയൊരു കഴിവായിട്ട് ഞാൻ എഴുതിയ രീതി. ഇനി കൊടും ദുരിതം മൂലമോ പൊള്ളയായ പൊങ്ങച്ചം മൂലമോ മറ്റു വല്ലതിനെയും പൂജിക്കുന്നത് മൂലമോ അത് നിഷ്പ്രഭമായിട്ടുണ്ടാവാം. It may be obscured by calamity, by pomp, by worship of other things, but in some form or other it is there. പക്ഷേ ഏതെങ്കിലും തരത്തിൽ അതുണ്ട്. ഇനിയോ കാരണം
നമ്മളെക്കാൾ വലിയൊരു ശക്തിയിലുള്ള വിശ്വാസവും മനുഷ്യ ജീവിതത്തിൽ ആ ശക്തിയുടെ അത്ഭുതകരമായ വിളയാട്ടവും മനുഷ്യരാശിയോളം തന്നെ പഴക്കമുള്ള വസ്തുതയാണ്. ഇത്രയാണ് അത്. ഇതില് ഒരു എക്സ്പ്ലനേഷന്റെയും ആവശ്യമില്ല. കാരണം 2 പ്രാവശ്യം വായിച്ചു. ക്ലിയർ മലയാളം, വളരെ ക്ലിയർ. അപ്പൊ നമുക്ക് കൊടുംദുരിതം. എന്താ കൊടുംദുരിതം? മദ്യപാനം കൊണ്ട് വന്നിട്ടുള്ള മനസ്സൊക്കെ മരിച്ച് എന്താണ് ചെയ്യേണ്ടത്? അങ്ങനത്തെ ഒരു ദുരിതം. ഇത് ചിന്തിക്കാൻ പറ്റും. അല്ലെങ്കിൽ അതിന്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഏത് മദ്യപാനത്തിന്റെ മാത്രമല്ല, ജീവിതം അങ്ങനെയുള്ള കുറെ ദുരിതങ്ങൾ. അതുകൊണ്ടോ അല്ലെങ്കിൽ പൊള്ളയായ പൊങ്ങച്ചം പോലും അതുവോ എന്ത് എനിക്ക് ദൈവത്തിന് ഒന്നും കാര്യമില്ല, എനിക്ക് ഞാനങ്ങനെ വിശ്വസിക്കുന്നുള്ള അതൊരു പൊങ്ങച്ചത്തിന്റെ കാരണം. അല്ലെങ്കിൽ മറ്റു വല്ലതിനെയും പൂജിക്കുന്നു. മറ്റു വല്ലതിനെയൊക്കെ ആവും ചിലപ്പോൾ പൂജിക്കാം. ഒന്നും മദ്യത്തിനെ ആവാം, അതിനെ പൂജിക്കാം. അല്ലെങ്കിൽ ചെറുത്താനെ ആവാം, അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലൊക്കെ പൂജിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ പൂജിക്കുന്നത് മൂലമോ ഇത് നിഷ്പ്രഭമായിട്ടില്ല. അല്ലെങ്കിൽ എല്ലാവരുടെയും ഉള്ളിന്റെ ഉള്ളിൽ ആ ചൈതന്യമുണ്ട്. ഓക്കെ, ഇനി നമ്മളെക്കാൾ വലിയൊരു ശക്തിയിലുള്ള വിശ്വാസവും മനുഷ്യ ജീവിതത്തിൽ ആ ശക്തിയുടെ അത്ഭുതകരമായ വിളയാട്ടവും മനുഷ്യരാശിയോളം തന്നെ പഴക്കം. ഇത് ഇത്രയും മനുഷ്യന്റെ ആ കാലഘട്ടം മുതൽ പഴക്കമുള്ളതാണ്. ഈ നമ്മുടെ ജീവിതത്തില് ഈശ്വരന്റെ എന്താ പറയാ ഓരോ വിളയാട്ടങ്ങൾ എഴുതിയത്, ലീലകൾ എന്നൊക്കെ പറയും. ഈ നമ്മളുടെ ശ്രീകൃഷ്ണന്റെ ഒക്കെ ലീലകളിലാണ്, കൃഷ്ണന്റെ ലീല. അതേപോലെ ഇതൊരു വിളയാട്ടമായിട്ട് പ്രവർത്തനങ്ങൾ നമുക്ക് വിളയാട്ടമായി കാണാൻ ചിലപ്പോൾ സാധിക്കും. നമ്മളുടെ ഓരോ അനുഭവങ്ങളൊക്കെ വരുമ്പോൾ ആ അനുഭവങ്ങൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് മനനം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതൊക്കെ ഈശ്വരന്റെ ചില വിളയാട്ടങ്ങളാണല്ലോ. അതാണ് ഇതിന്റെ ആദ്യത്തെ ഭാഗം. ഇനി ഇതിന്റെ രണ്ടാമത്തെ ഭാഗം വന്നിട്ടുള്ളത്, എടുത്തിട്ടുള്ളത് ലെറ്ററാണ്. ഒരു ലെറ്റർ 1966 ഉള്ള LW ആർക്കും അയച്ച മറുപടിയാണ്. LW വന്ന കത്തിന് അയച്ച മറുപടിയിൽ നിന്ന് എടുത്ത പ്രസക്തമായ നോക്കാം. Faith may often be given through inspired teaching or convincing personal example of its fruits. വിശ്വാസം എന്നതിനെ faith may often be given through inspired teaching or convincing personal example of its fruits. അപ്പൊ വിശ്വാസം ഈ കൈമാറ്റം ചെയ്യപ്പെടുന്നത് പലപ്പോഴും എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഇല്ലേ? ചില ആൾക്കാരുടെ വ്യക്തിപരമായ അനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തിയിട്ട് ചിലപ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻസ്പയർഡ് ടീച്ചിങ്സിലൂടെ വളരെയധികം നമ്മൾക്ക് ഉത്ബോധനം തരുന്ന, അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ഉള്ളിൽ പ്രചോദനം തരുന്ന രീതിയിലുള്ള പല ആൾക്കാരുടെയും പഠന രീതികളിലൂടെ, പഴയ പുസ്തകങ്ങളിലും ഒക്കെ നമുക്ക് എന്താ പറയാ, അതിനൊക്കെ മതഗ്രന്ഥങ്ങളാവാം, അല്ലെങ്കിൽ ഫിലോസഫിക്കൽ ട്രീറ്റീസ് ആവാം, ഇതേക്കൂടെയൊക്കെ ഇരിക്കാം. ഇറ്റ് മേ സംടൈംസ് ബി ഹാഡ് ത്രൂ റീസൺ. ചില സമയത്ത് ഇത് യുക്തികൾ കൂടെയാണ്. ആ കാര്യകാരണങ്ങളെ വിശദീകരിച്ചു. അവിടെയാണ് നമ്മുടെ ഈ 4-ാം അധ്യായ കാര്യമാണ്. ഫോർ ഇൻസ്റ്റൻസ്, many clergymen believe that Saint Thomas Aquinas actually proved God's existence by sheer logic. അപ്പൊ ചില പുരോഹിതന്മാർക്ക് വിശ്വസിക്കുന്നത് സെയിന്റ് തോമസ് അക്വിനാസ് പറഞ്ഞിട്ടുള്ള ആ പുണ്യാളൻ എന്താണ്, എങ്ങനെയാണ് യഥാർത്ഥത്തിൽ പ്രൂവ് ചെയ്തത്? ഈശ്വരന്റെ സാന്നിധ്യം, അല്ലെങ്കിൽ ഈശ്വരൻ നിലനിൽക്കുന്നു എന്നുള്ള ആ ഒരു ഈശ്വരന്റെ നിലനിൽപ്പിനെ കുറിച്ച്, ഈശ്വരന്റെ സാന്നിധ്യത്തിനെ കുറിച്ച് എങ്ങനെയാണ് പ്രൂവ് ചെയ്തത്, തെളിയിച്ചത്? ബൈ ഷിയർ ലോജിക്കിൽ കൂടെ, വെറും യുക്തികളിൽ കൂടെ മാത്രം ആയിരുന്നു അദ്ദേഹം പ്രൂവ് ചെയ്തത്. അതെങ്ങനെയാന്ന് എനിക്കറിയില്ല, വായിക്കേണ്ടി വരും. But what can one do when all these channels fail? അപ്പൊ ഇങ്ങനത്തെ എല്ലാ ചാനലുകളും, ഏത് ചാനലുകൾ? ഒന്ന് നമ്മൾ ഈ പറയുന്ന പോലെ ലോജിക്കൽ എക്സ്പ്ലനേഷൻസ്, അല്ലാന്നുണ്ടെങ്കിൽ ചില ആൾക്കാരുടെ ഇൻസ്പയർഡ് ടീച്ചിങ്സ്, ഇനി അതും അല്ലെങ്കിൽ ചിലവരുടെ സാക്ഷ്യം പറയല്,
ഇതെല്ലാം ഫെയിൽ ആയി കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും എന്നാണ് ഇതൊരു ചോദ്യം. ദിസ് വാസ് മൈ ഓൺ ഗ്രീവസ് ഡൈലമ. ഇത് എന്റെ തന്നെ ഏറ്റവും വലിയ കുഴപ്പം പിടിച്ച പ്രശ്നമായിരുന്നു. ഇന്ന് ബിൽഡബ്ല്യൂ പറയാണ്, ഒരാൾക്ക് കത്തയക്കുകയാണല്ലോ. അപ്പൊ അയാള് വിശ്വാസത്തിനെ കുറിച്ചുള്ള കാര്യമായിരിക്കും ചിലപ്പോ നിങ്ങളോട് അയച്ചിട്ടുണ്ടാവാം സംശയരൂപേണ. അതിനുള്ള മറുപടിയിലാണ്. അപ്പൊ ഇത് എന്റെ തന്നെ വലിയ കുഴപ്പമായിരുന്നു. ഞാൻ തന്നെ അങ്ങനെ ഒരു എന്താ പറയാ ഒരു ഡൈലമ്മ എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളുണ്ട് തിരഞ്ഞെടുക്കാൻ. അതിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ള അറിവില്ലാതെ ഒരു കൺഫ്യൂഷൻ വരുന്ന. ഇനിയോ ഓഫ് ചെയ്യും. Okay. It was only when I came fully to believe I was powerless over all, only when I appealed to a God who just might exist, that I experienced a spiritual awakening. അപ്പൊ എപ്പോഴാണ് എനിക്ക് പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിഞ്ഞത്? It was only when I came to believe I was powerless over all. ഞാൻ സത്യത്തിന് മുന്നിൽ ശക്തിഹീനനാണെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ ഞാൻ തയ്യാറായപ്പോഴും, only when I appealed to a God who just might exist. ഒരു ചിലപ്പോൾ എന്താ പറയാ ഉണ്ടാവും എന്ന് തോന്നിയ ഒരു ദൈവത്തിനോട്, ഉണ്ടാവാൻ സാധ്യതയെന്ന് തോന്നിയ ഒരു ദൈവം, ഉണ്ടാവില്ല അറിയില്ല. അങ്ങനത്തെ ഒരു ദൈവം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരാളുണ്ട്. ദൈവം ഉണ്ടെങ്കിൽ അത് പ്രത്യക്ഷപ്പെടാനൊക്കെ ആണല്ലോ പറയണത്. ബിൽഡബ്ല്യൂന്റെ കഥ വായിക്കുമ്പോൾ നമുക്കറിയാലോ. അപ്പോ അങ്ങനത്തെ ഒരു ശക്തിയോട് ഞാൻ അപേക്ഷിച്ചപ്പോഴും ആണ് that I experienced a spiritual awakening. അപ്പോഴാണ് എനിക്ക് ഒരു ആത്മീയമായ ഒരു ഉണർവ് ലഭിച്ചത്. This freedom giving experience came first. അപ്പൊ ആദ്യം ആ ഒരു സ്വാതന്ത്ര്യം ലഭിക്കുന്ന, അതായത് ആ ബന്ധനത്തിൽ നിന്നും മോചിതനാവുന്ന ആ ഒരു അനുഭവമാണ് ആദ്യം വന്നത്. And then faith followed afterward, a gift indeed. അപ്പൊ ആദ്യം അങ്ങനെ ഒരു അനുഭവം വന്നു, പിന്നെ അതിനെ തുടർന്ന് വിശ്വാസം ഉടലെടുത്തു, അല്ലെങ്കിൽ വിശ്വാസം ദൃഢമായി. അത് ഒരു ഗിഫ്റ്റ് ഇൻഡീഡ്, ഒരു വലിയൊരു സമ്മാനമായിട്ടാണ്. തീർച്ചയായിട്ടും ഒരു സമ്മാനം. ബിൽഡബ്ല്യൂന്റെ കഥ വായിച്ചവർക്കൊക്കെ അറിയാം. അപ്പൊ ഇവിടെ മിറാക്കുലസ് പവർ എന്നുള്ള ആ ഒരു എന്താ പറയാ അതിഗംഭീരമായ ഒരു അത്ഭുതകരമായ ഒരു ശക്തി, ആ ശക്തി ഉണ്ടല്ലോ, ആ ശക്തിയെ കുറിച്ചാണ് പറഞ്ഞത്. രണ്ട് ഭാഗത്തും പറഞ്ഞിട്ടുള്ളത് വളരെ ഗംഭീരം. അദ്ദേഹം സെലക്ട് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ തന്നെ റൈറ്റിംഗ്സ് എടുത്തിട്ടുള്ള ഭാഗങ്ങൾ വളരെ ഇന്നത്തെ ദിവസം വളരെയധികം വെളിച്ചം വീശുന്നതാണ്. ഇനി ഈ പേജ് സൂചിപ്പിക്കുന്ന നോക്കാം എന്തൊക്കെയാണ്. ഒന്ന് ഫെയ്ത്ത്, വിശ്വാസം. രണ്ട് ഹയർ പവർ. മൂന്ന് ഓപ്പൺ മൈൻഡഡ്നെസ് ആണ്. മൂന്ന് തുറന്ന മനസ്ഥിതി. അതായത് പുതിയൊരു വിശ്വാസത്തിനെ കുറിച്ച്, ആരെങ്കിലും തന്നെ പുതിയൊരു കാര്യത്തിനെ കുറിച്ച് പറയുമ്പോൾ അതിനെ തുറന്ന രീതിയിൽ കാണാൻ, അതിന് എതിര് പറയാതെ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാനോ ആ ഒരു മനോഭാവത്തിൽ കാണുന്നു. പിന്നെ സ്പിരിച്വൽ അവേക്കനിങ് ഓർ എക്സ്പീരിയൻസ്, ആത്മീയമായ അനുഭവം അല്ലെങ്കിൽ ഉണർവ്. ആത്മീയമായ ഉണർവ് ലഭിക്കുക അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഈ 4 കാര്യങ്ങളാണ് ഇന്ന് ഇത് സൂചിപ്പിക്കുന്നത് ഈ പേജ്. എനിക്ക് പറയാനുള്ളത് നമ്മൾ ടൈം അപ്പായി. എന്തെങ്കിലും ആർക്കെങ്കിലും കൂട്ടിച്ചേർക്കാനൊക്കെ ഉള്ളത് 2 മിനിറ്റ്. ആർക്കെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ സംശയങ്ങളായിട്ടുണ്ടെങ്കിൽ മുമ്പോട്ട് കടന്നു വരാം.
ശിവൻ ചേട്ടാ, താങ്ക് യു വെരി മച്ച്. വേറെ ഓക്കെ ഓക്കെ താങ്ക് യു ഓൾ. പ്രത്യേകിച്ച് എല്ലാവർക്കും. കൂട്ടിച്ചേർക്കാനില്ലെന്ന് തോന്നുന്നു. ഞാൻ അടുത്തായിട്ട് വിഷയം അവതരിപ്പിക്കാനായിട്ട് ഹരിദാസ് ചേട്ടനെ ക്ഷണിച്ചോളൂ. ചേട്ടൻ വന്നിട്ടില്ലായിരുന്നു തോന്നുന്നു. ശിവ ചേട്ടാ, പടകളിയാ നമുക്ക് ചേട്ടൻ വരുന്നവരെ ആർക്കെങ്കിലും ഒന്ന് 5 മിനിറ്റ് ഷെയർ ചെയ്യാമോ കൂട്ടിച്ചേർത്ത്? ചേട്ടൻ, വിനയൻ ചേട്ടൻ രണ്ടുപേർക്ക് സംസാരിക്കാമോ? ഒരു 10 മിനിറ്റ് സമയം എടുത്ത്. സാഹചര്യമുള്ള ആരാന്ന് എനിക്കറിയില്ല. വേണുചേട്ടൻ, ഹായ് ചേട്ടൻ. സന്തോഷ് ഭായ്, സന്തോഷ് ജോൺ, രാജീവേട്ടൻ,